അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിതാ ക്ലാസ് കഴിഞ്ഞ് വന്ന് രാവിലെ പോയപ്പോ ചോറും കറിയും ഉപ്പേരി റെഡിയാക്കി വെച്ചിന്. മീന് കിട്ടാത്തോണ്ട് റെഡിയാക്കിയിട്ടില്ലേന്. അപ്പൊ ഞാൻ പോയ ടൈമില് ഇക്ക അവിടെ മീനൊക്കെ കൊണ്ടുവന്ന് മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ. അപ്പൊ മീൻ എന്താന്ന് നോക്കിയിട്ടില്ല, നോക്കട്ടെ. മീന് ഇതെന്ത് മീനാടാ? നോക്കട്ടെ കടിച്ചുണ്ടെന്നതാണ്. ഇത് അയക്കോറ അല്ലേ? ആവോലി. അപ്പൊ കട്ട് ചെയ്താണ്ടാ കൊണ്ടുവന്നത്. ഇനി ഇത് പൊരിക്കണം, കഴുകണം, പൊരിക്കണം. ക്ലീനാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഞാൻ ചോറ് റെഡിയാക്കി പോയിന്. അതിക്ക് കറി തന്നെ നമ്മളെ വെണ്ടക്കറിയാണ്, പിന്നെ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ ഇതിൽ കഞ്ഞിവെള്ളമാണ്. അപ്പം രാവിലെ മീനും ഇതൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് അത് ഉണ്ടാക്കാഞ്ഞത്. പിന്നെ ഇന്നിപ്പോൾ ഉച്ച വരെ ഉള്ളൂ ക്ലാസ്. ആദ്യം മീനിനെ നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കഴുകാനുള്ളത്. 1 2 3 4 5 ഉണ്ട് കേട്ടോ. 5 ആവോലിയാണ്. ഇത് നന്നാക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഫോണിനെ ഇവിടെ ഒന്ന് ഒതുക്കി വെക്കട്ടെ കേട്ടോ. അപ്പം ഗൈസ്, മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മസാല തേക്കണം. മസാല തേക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് വരട്ട് കൊടുക്കണം കേട്ടോ, നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരട്ട് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത്. ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കട്ടെ. മുളക് പൊടി ഒരു 1.5 സ്പൂണ് ഞാനിവിടെ തട്ടുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 3/4 അല്ലെങ്കിൽ 1/2 സ്പൂണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു നുള്ളി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി ഒരു നാരങ്ങന്റെ പകുതിമെന്ന് അതിന്റെ നീര് കേട്ടോ. അപ്പൊ ചെറുനാരങ്ങന്റെ നീര് നല്ല ഒരു ഇതാവും കേട്ടോ മീനക്കൊക്കെ വെച്ചാല്. അപ്പൊ അത് പിഴിഞ്ഞ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കൈക്കൊണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇങ്ങനെ മീനൊക്കെ റെഡിയാക്കി ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആകും കേട്ടോ. അപ്പം അങ്ങനെ മീനിനെ ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കട്ടെ. 2 വെളുത്തുള്ളിൻ്റെ അല്ലിയും ഇഞ്ചി കഷ്ണം കൂടെ കുത്തിയിടാണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി പൊരിക്കുമ്പോൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ കറിവേപ്പില ഇങ്ങനെ ഒന്ന് നരടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഗൈസ്,